ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പെട്ടെന്ന്, അതായത് വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എരിവും പുളിയും ഒക്കെ ചേർന്നിട്ട് രുചികരമായ ഒരു തൊടുകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ: മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു, പിന്നെ ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ മുളക് പൊടി, കുറച്ച് കായം, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ വേറെ കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. ഇത് നേരിട്ട് ഇതെല്ലാം ഈ മാങ്ങയിലേക്ക് അങ്ങ് ചേർക്കുക, അത്രയുള്ള പരിപാടി അല്ലേ? ചെയ്തോളൂ, നമ്മൾ ചെയ്തോളൂ. ആദ്യം തന്നെ കറിവേപ്പില ചേർത്തു, മുളക് ചേർത്തു, ഇഞ്ചി, കുറച്ച് ഇഞ്ചി മതി അല്ലേ? കുറച്ച് ഇഞ്ചി മതി. പിന്നെ മുളക് പൊടി എത്ര മുളക് പൊടി വേണം? 1 സ്പൂൺ ഇട്ടോളൂ. ഓക്കെ, 1 സ്പൂൺ മുളക് പൊടി. ഇച്ചിരി എരിവിലിരുന്നോട്ടെ അല്ലേ? ഇനി ഓക്കെ, കായം. അപ്പോൾ ഇനി കുറച്ച് കായമാണ്. കായം എന്തോരം വേണം? കുറച്ചൊന്ന് വേണം. ഓക്കെ, ഇതിപ്പോൾ ഒരു അര ടീസ്പൂൺ കായമായിട്ടുണ്ടാവും അല്ലേ? അര ടീസ്പൂൺ കായം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഇത് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാൻ പോകണം. മതിയാ? ഇതെല്ലാം കൂടെ നന്നായി അങ്ങ് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തോളാം. ശരി, നമ്മുടെ മാങ്ങാ തൊടുകറി ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ഇത് നമ്മൾ ഫ്രീസറിൽ ഇരുന്ന മാങ്ങ ആയതുകൊണ്ടാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കുള്ള ഫ്രഷ് മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്ര സോഫ്റ്റ് ആവില്ല, നല്ല കഞ്ചിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് അടിപൊളിയായിരിക്കും. ഭയങ്കര ടേസ്റ്റാണല്ലേ? ടേസ്റ്റ് ചെയ്തോട്ടെ. അന്വേഷണം വൈദ്യുതി തന്നെ വെള്ളം വരുന്നുണ്ട്. സൂപ്പർ. ആഹാ, അത് എരിവും പുളിയും ഉപ്പും ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കായോ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി ഇളക്കി ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അല്ലേ? വേറെ ഒന്നും വേണ്ട. ഇനി അടിപൊളിയാണ്. ചോറ് കഴിക്കാൻ ഈ ഒറ്റ ഒരു കറി മാത്രം മതി. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ.